സ്റ്റുഡൻസ്, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അപ്പോൾ എന്തൊക്കെയുണ്ടടാ വിശേഷം? നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഒക്കെ വന്ന് കുറച്ച് ദിവസം മുന്നേ വന്ന് നിങ്ങളെല്ലാവരും സെറ്റ് ആയിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. സോ പലരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിക്ക് ഫുൾ A+ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട്, എനിക്ക് 5 A+ ഉണ്ട്, ഞാൻ പ്രതീക്ഷിച്ചൊരു മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് പലരും ആ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷത്തിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഞാൻ മിസ്സിന് പറയാൻ പോകുന്നത്, പലരും ഒരുപാട് പേര് നമുക്കറിയാം 1,20,000-ത്തിലധികം സ്റ്റുഡൻസ് നമ്മുടെ പ്ലസ് ടുവിൽ പല വിഷയങ്ങളിലായിട്ട് തോറ്റ് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് പലർക്കും പറയാനുള്ളത്, ഞങ്ങൾ വിചാരിച്ച സമയത്ത് അല്ലെങ്കിൽ പഠിക്കാൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ കളിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു ബോധം വന്നത്, എന്തുകൊണ്ട് ഞങ്ങൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും കൂടി പഠിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചോദ്യചിഹ്നം മിസ്സേ ഞങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന സമയത്താണ് വന്നത്. ഞങ്ങളുടെ കൂടെ പലരും കളിക്കാനുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ പലരും ഇനിയിപ്പോൾ പരിപാടികൾ, ഞങ്ങളുടെ സ്കൂളുകളിൽ ഓരോ പരിപാടികൾ വെച്ചാൽ അതിൽ പലരും മുന്നിലിറങ്ങിയിരുന്ന പലർക്കും ഇന്ന് നല്ല മാർക്കും. പക്ഷെ അവരോട് കൂടെ കളിച്ച ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു മാർക്കുമില്ല. ഞങ്ങൾ പ്ലസ് ടുവിൽ തോറ്റുപോയി, ഞങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ തോറ്റുപോയി, ഞങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ തോറ്റുപോയി, ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരുടെ മുന്നിൽ തന്നെ തോറ്റുപോയി എന്ന് പറഞ്ഞ് പലരും സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണടാ. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു എക്സാം ഉണ്ടടാ. നിങ്ങൾക്ക് അറിയുമായിരിക്കും, പ്ലസ് ടു സേ എക്സാം അല്ലെ, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണടാ. നാളെയാണ് നിങ്ങളുടെ പ്ലസ് ടു ലാസ്റ്റ് സേ എക്സാമിന്റെ അവസാന ഡേറ്റ് നാളെയാണ്. നാളെ 27-ാം തീയതി അല്ലെ, 27 മെയ്, നാളെയും കൂടിയാണ് നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം. അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത്, ഞാനിനി അപ്ലൈ ചെയ്താൽ വെറുതെ എന്താ പറയുക, ക്യാഷ് പോവുക എന്നല്ലാതെ എനിക്ക് എന്തെങ്കിലും കഴിയോ, അങ്ങനെയൊന്നും ചിന്ത വേണ്ട. നിങ്ങൾക്ക് ഇരുന്ന് ഇപ്പോൾ ഒരു ബോധം വന്നിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾക്ക് ആ ഒരു പഠിക്കാൻ പലരും നിങ്ങളോട് മിസ്സുമാരായാലും അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആയാലും മോനെ പഠിക്കുക അല്ലെങ്കിൽ മോളെ ഒന്ന് പഠിക്ക് പറഞ്ഞ സമയങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ സിമ്പിൾ അല്ലേ. പക്ഷേ ഈ ഒരു റിസൾട്ട് വന്ന സമയത്തായിരിക്കും, പക്ഷേ എനിക്കൊന്നും കൂടി ഒന്ന് ശ്രമിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത പലരുടെയും ഉള്ളിൽ വന്നിട്ടുണ്ടായിരിക്കുക. സോ അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ഒരു എക്സാമിന് എന്താവുക, നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്തവർ ഓക്കെ, പക്ഷെ അപ്ലൈ ചെയ്യാതിരിക്കുന്ന പലരുണ്ടായിരിക്കും. പക്ഷെ എന്താവുക, നിങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെയാണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ്. പിന്നീട് എന്താവരുത്, ചിന്തിക്കരുത്. നമ്മൾ കഴിഞ്ഞു പോയ ഒരു ഇതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു കാലത്തെ കുറിച്ച് നമ്മളിങ്ങനെ വേവലാതിപ്പെട്ടിട്ട് കാര്യമല്ല അല്ലേ. എനിക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പലർക്കും ഉണ്ടാവുന്നതാണ്, എനിക്ക് പോലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞു പോയ ഒരു കാലത്തെ കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച്. അങ്ങനെ ഒന്നും കൂടി ചെയ്താമായിരുന്നു. ഒരു കാര്യം കഴിഞ്ഞാലായിരിക്കും നമുക്ക് എന്താവുക, അതൊന്നും കൂടി ഞാൻ നന്നായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കൂടി ബെസ്റ്റായിട്ട് ചെയ്യാമായിരുന്നു എന്നൊക്കെ ചിന്ത വരും. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോടാ? അങ്ങനെ പോയ കാലത്തെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെതെന്താ വരുന്നത്, നമുക്ക് വരാനിരിക്കുന്ന ആ ഒരു കാലമാണല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ നിങ്ങൾ എന്താക്കുക, എന്തായാലും കഴിഞ്ഞു പോയ ആ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവുന്നത്, എൻ്റെ കൂടെ കളിച്ച, എൻ്റെ കൂടെ ആർമാദിച്ച എൻ്റെ ഫ്രണ്ടൊക്കെ പാസ്സായി അല്ലെങ്കിൽ അവർക്കൊക്കെ അത്യാവശ്യം നല്ല മാർക്കുണ്ട്, ഞാൻ മാത്രമാണല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ മക്കളെ, നിങ്ങൾ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്. നിങ്ങളോട് നീ എന്താടാ തോറ്റുപോയില്ലേ, നീ മാത്രം എൻ്റെ മോനല്ലേ, നീ എന്താണ് ഇങ്ങനെ പ്ലസ് ടുവിൽ ഇത്ര മാർക്ക് കുറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ എന്താവണടാ, നിങ്ങൾ ഈ ഒരു സേ എക്സാം എഴുതിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങളെ ആ ഒരു ലെവലിനേക്കാളും അടിപൊളിയായിട്ടുള്ള എന്താവുക, മാർക്ക് വാങ്ങുക. ആർക്കും ഒന്നും നേടാൻ കഴിയാത്തവരായി ആരുമില്ല. പക്ഷെ നമ്മൾ എന്താക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നമ്മൾ ചെയ്യണം. എത്രയും കഠിനാധ്വാനം ചെയ്യുന്നു അത്രയും എഫക്റ്റ് എന്താവും നമുക്ക് കിട്ടും. എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നു ആ ഒരു എഫക്റ്റ് ആയിരിക്കടാ നമുക്ക് ഉണ്ടാവുക. സോ നമുക്ക് ഇനി കഴിഞ്ഞ ഒരു കാലത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ കഴിഞ്ഞ എക്സാം ഒന്നും കൂടി മനോഹരമാക്കി എഴുതിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ ദിവസം എന്നോട് പഠിക്കാൻ പറഞ്ഞ സമയം ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനി നിങ്ങൾക്ക് മുന്നിലുള്ളത് നമ്മുടെ സേ എക്സാം ആണ്. അപ്പോൾ സേ എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെ
നാളെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. 27 അല്ലെ, മെയ് 27 ആണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ്. പിന്നെ നിങ്ങൾക്ക് ഫൈനോട് കൂടിയൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. പക്ഷേ ആ ഒരു ഫൈൻ വെറുതെ 600 രൂപ ഒക്കെ വെറുതെ കളയണോ? വേണ്ട അല്ലേ? അപ്പോൾ നാളെ തന്നെ എന്താക്കുക, പോയി നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവർ ചെയ്യാത്തവർ നാളെ തന്നെ നിങ്ങൾ പോയിട്ട് എന്താക്കുക, അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്താക്കുക, നിങ്ങളുടെ എക്സാം വരുന്നത് 23 ടു ജൂൺ 23 ടു 27 വരെയുള്ള ആ ഒരു ഡേറ്റുകളിലായിരിക്കും നിങ്ങൾക്ക് എക്സാം നടക്കാൻ പോകുന്നത്. സോ ഇനി മുതൽ നിങ്ങൾ എത്ര വിഷയത്തിലാണോ തോറ്റെന്നും എന്താക്കണ്ട, നിങ്ങൾ എനിക്കിനി 3 വിഷയങ്ങൾ പഠിക്കാനില്ല, അല്ലെങ്കിൽ എനിക്കിനി 2 വിഷയം വീണ്ടും പഠിക്കാനില്ലേ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കാതെ ഇനി സമാധാനമായിട്ടിരുന്ന് എന്താക്കുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇനി എഴുതാൻ പോകുന്നത്. സോ അതെന്താക്കുക, കറക്റ്റായിട്ട് പഠിച്ചിട്ട് നല്ല ഹൈ ലെവൽ മാർക്ക് തന്നെ എന്താക്കുക നിങ്ങൾക്ക് വാങ്ങാം. സോ പിന്നെ അതുപോലെ തന്നെ പലരും പാസ്സായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഒന്നും കൂടി എക്സാം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും കൂടി എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങാം എന്ന് പറയുന്ന പലരും ഉണ്ട്. അപ്പോൾ അവരും എന്താക്കണ്ട, ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഈ ഒരു എക്സാമോടൊപ്പം ഇംപ്രൂവ്മെന്റ് എക്സാം അല്ലെ, ആ ഒരു എക്സാം നിങ്ങൾക്ക് എന്താവാം, എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി പഠിച്ചിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾ ടൈം കളയേണ്ട. നിങ്ങൾ എന്താക്കുക, ഈ ഒരു ഇതിന് അപ്ലൈ ചെയ്യുക. ഇംപ്രൂവ്മെന്റ് എക്സാം വരുമ്പോൾ ഫീ കുറച്ചും കൂടി കൂടും, 500 ആ ഒരു ലെവലിൽ വരും. എക്സാം ആണെങ്കിൽ 150 ടു 200 വരെയുള്ള ആ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇനി എക്സാം കഴിഞ്ഞിട്ടായിരിക്കും പലരും ചിന്തിക്കുക, അപ്ലൈ ചെയ്യാത്തവർ അല്ലെങ്കിൽ മാർക്ക് വാങ്ങാത്തവർ ഓക്കെ. അപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിന്തിക്കുക, ഷോ എക്സാം എഴുതിയിരുന്നെങ്കിൽ അല്ലേ. പലർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്താ പറയുക, പലരും അപ്ലൈ ചെയ്യില്ല. ആ ഒരു എക്സാം എന്താ പറയുക, വേണ്ട ഇനിയിപ്പോൾ എനിക്ക് പഠിക്കാനൊന്നും ആവില്ല, പോട്ടെ +2. എടാ +2 തോറ്റാൽ എന്താണ്, പണ്ടത്തെ കാലത്തൊക്കെ SLC ആണ്, SLC തോൽക്കരുത്, അല്ലെങ്കിൽ SLC എന്താവും പാസ്സാവണം എന്നാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. +2 പാസ്സാവൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇനിയുള്ള മുന്നത്തെ കാര്യങ്ങളിലൊക്കെ എന്താണ്, +2 പാസ്സാവൽ. ഇനി പഠിക്കൽ മാത്രമല്ല, നമ്മുടെ ഒരു ലൈഫ് ലോങ് തന്നെ. നിങ്ങളൊരു വീട്ടിൽ പോയി നിങ്ങളോട് വേറെ ഒരാൾ ചോദിക്കുകയാണ്, നീ എന്താ പഠിക്കുന്നത്? അതിപ്പോൾ ഞാൻ +2 തോറ്റെന്നൊക്കെ പറഞ്ഞ എന്തൊരു മോശാടാ അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ലെവൽ എന്താക്കുക, നിങ്ങളങ്ങ് മറക്കുക. ഇനിയുള്ള വരാൻ പോകുന്ന ആ ഒരു എക്സാം നിങ്ങൾ എന്താവുക, എന്തായാലും പാസ്സാവുക. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ദൃഢനിശ്ചയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ്, നിങ്ങൾ ആ ഒരു ഇതോട് കൂടി കാണുക. നിങ്ങൾ ആ ഒരു പോയിന്റ്, നിങ്ങൾക്കുള്ള എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള അതിനെ നിങ്ങൾ സ്വപ്നം കണ്ടെത്തി നിങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് നേടാത്തതായിട്ട് ഒന്നുമില്ലടാ, എല്ലാവർക്കും എല്ലാത്തിനും പറ്റും. പക്ഷെ എന്താക്കുക, നമ്മൾ കഠിനാധ്വാനം, നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്താക്കുക നിങ്ങൾ ഓർക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. കുറച്ച് ടൈം ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് മെയ് അല്ലേ, ജൂണ്, ഏകദേശം ഒരു മാസത്തോളം ടൈം ഉണ്ട്. സോ ആ ഒരു ടൈമിൽ പിന്നെ ലാബ് എക്സാമിലാണ് നിങ്ങൾ തോറ്റതെങ്കിൽ അത് ഈ ഒരു ജൂൺ 4-5 ദിവസങ്ങളിലായിട്ട് നടക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ എന്താക്കുക, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ എക്സാമിൻ്റെ റിസൾട്ട് കുറച്ച് ഒരു മാസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ എന്താവും, പബ്ലിഷ് ചെയ്യും. സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് നാളെ തന്നെ, ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ നാളെ തന്നെ അപ്ലൈ ചെയ്യുക. സോ നാളെയാണ് നിങ്ങളുടെ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ്. സോ നിങ്ങൾ വൈകിക്കരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ പോയിട്ട് എന്താവുക, അപ്ലൈ ചെയ്യാത്തവർ വേഗം പോയി അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്താക്കുക, ഇനി ഫുൾ പഠിത്തങ്ങൾ വീട്ടിൽ പറയാം, ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല, ഞാനിനി ഫുൾ പഠിത്തമാണ്, എനിക്ക് നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾ തന്നെ എന്താക്കുക, സ്വയം പഠിക്കുക. സോ എല്ലാവർക്കും എന്താ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. സോ ബൈ.